Module 5 Power Frequency Limitations of a Microwave Bipolar Transistor. Power frequency limitation was developed and discussed by a scientist named Johnson, and he made three assumptions to derive this power frequency limitation, and based on these three assumptions he formulated four equations. So the first assumption is, in a semiconductor there will be a maximum possible velocity for carriers, and that maximum velocity is termed as saturated drift velocity Vs, and it is of the order 6 into 10 raised to 6 centimeter per second. Along with that, for a semiconductor there will be a maximum electric field that can be sustained without having dielectric breakdown, and that field value is 10 raised to 5 volt per centimeter in germanium and 2 into 10 raised to 5 volt per centimeter in silicon. The third assumption is the maximum current in a microwave power transistor is limited by base width. So ഈ ഒരു മൂന്ന് അസംഷനെ ബേസ് ചെയ്തിട്ടാണ് ജോൺസൺ പവർ ഫ്രീക്വൻസി ലിമിറ്റേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഒരു സെമി കണ്ടക്ടറിന് മാക്സിമം പോസിബിൾ വെലോസിറ്റി ഉണ്ടാകും. സെമി കണ്ടക്ടറിലെ കാരിയേഴ്സിന് ഒരു മാക്സിമം വെലോസിറ്റി ഉണ്ടാകും. സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. തേർഡ് അസംഷൻ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് ബേസ് വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നേരത്തെ പറഞ്ഞു ഈ ഒരു മൂന്ന് അസംഷനെ ബേസ് ചെയ്തിട്ടാണ് 4 ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, സോ ഫസ്റ്റ് ഇക്വേഷൻ ഇസ് വോൾട്ടേജ് ഫ്രീക്വൻസി ലിമിറ്റേഷൻ. If Vm is the maximum allowable applied voltage, then we can write it as Vm is equal to Em into L, where Em is the maximum electric field, L is the collector to emitter distance. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബേസിക് ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്. സോ ഇവിടെയും ആ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു എൽ ആണ്, ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. സോ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ ദ ട്രാൻസിറ്റ് ടൈം കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് ടി ഇസ് ഈക്വൽ ടു 1/2π ടോ ആണ്, where ടോ ഈസ് ദി ആവറേജ് ടൈം ഫോർ എ ചാർജ് കാരിയർ. ദെൻ ആ ഒരു ടോനെ നമുക്ക് എഴുതാം L/V. ഈ ഒരു ഇക്വേഷനും വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ അതിൽ നിന്നും ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എഴുതാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് V ആണ്. സോ അതാണ് ഈ ഒരു ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ എഫ് ടി എന്ന് നമുക്ക് എഴുതാം V/2π ഇൻറ്റു L. സോ Vm ഇസ് ഈക്വൽ ടു Em ഇൻറ്റു L ആണ്. ആ എല്ലിനെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ എഴുതാം Vs ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു എഫ് ടി. ദെർഫോർ Vm ഇൻറ്റു എഫ് ടി ഇസ് ഈക്വൽ ടു Em Vs ഡിവൈഡഡ് ബൈ 2π. സോ ഈവൻ ആ ഒരു പെർട്ടിക്കുലർ ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലാണ് ആ ഒരു കാരിയേഴ്സ് മൂവ് ചെയ്യുന്നതെങ്കിലും നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് ട്രാൻസിറ്റ് ടൈമിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. സോ Vm/Ft എന്ന് പറയുന്നത് രണ്ട് വാല്യൂസ് ഉണ്ട്. 2 into 10 raised to 11 volt per second for silicon and 1 into 10 raised to 11 volt per second for germanium. Then the second equation is current frequency limitation. സോ ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ റിയാക്റ്റൻസ് ആവാം. സോ Vm is equal to Im into Xc, where Im is the maximum current of the device. അങ്ങനെയാണെങ്കിൽ നേരത്തെ ആദ്യം എഴുതിയ ഇക്വേഷനിൽ Vmന് പകരം ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore Im into Xc into Ft is equal to Em Vs divided by 2π. Xc എന്ന് പറയുന്നത് റിയാക്റ്റീവ് ഇമ്പിഡൻസ് ആണ്, ദാറ്റ് ഈസ് 1/2π Ft into C0. C0 എന്ന് പറയുന്നത് കളക്ടർ ബേസ് കപ്പാസിറ്റൻസ് ആണ്. സോ ഈ ആ ഒരു ഇമ്പിഡൻസ് ലെവൽ 0 ആയിക്കഴിഞ്ഞാൽ മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് മൈറ്റ് ബി ഇൻഫൈനൈറ്റ് ആകും. ദ തേർഡ് ഇക്വേഷൻ, ദ പവർ ഫ്രീക്വൻസി ലിമിറ്റേഷൻ. സോ ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ കിട്ടാൻ വേണ്ടി വോൾട്ടേജ് ഫ്രീക്വൻസി ലിമിറ്റേഷനെയും കറണ്ട് ഫ്രീക്വൻസി ലിമിറ്റേഷൻ്റെ ഇക്വേഷനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക.
സോ ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ യു വിൽ ഗെറ്റ് ദ ഫൈനൽ റിസൾട്ട് ആസ് Pm into Xc whole raised to half into Ft is equal to Em Vs divided by 2 pi. സോ ഇതിനെയാണ് നമ്മൾ ജോൺസൺസ് ഇക്വേഷൻ എന്ന് പറയും. സോ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇമ്പിഡൻസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ദെൻ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പവർ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ദ ഫോർത്ത് ഇക്വേഷൻ ഇസ് പവർ ഗെയിൻ frequency limitation, and that Gm Vth into Vm whole raised to half into F is equal to Em Vs divided by 2 pi, where Vt എന്ന് പറയുന്നത് Vth എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്, Gm എന്ന് പറയുന്നത് മാക്സിമം അവൈലബിൾ പവർ ഗെയിൻ, K ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്, T absolute temperature, E electron charge. So then Johnson proposed that maximum available power gain of a transistor is Gm is equal to Ft by F the whole square into Z out by Z in. Z out എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, Z എന്ന് പറയുന്നത് ഇൻപുട്ട് ഇമ്പിഡൻസ്. Then if the electrode series resistance are 0, then the ratio of output impedance to the input impedance, that is Z out by Z in, is equal to C in by C out, where C in is the input capacitance, C out is the output capacitance. Then capacitance നെ നമുക്ക് ചാർജിൻ്റെ ടേംസിൽ എഴുതാം. that is C in equal to CD is equal to QM by VTH. അതിന് Qനെ നമുക്ക് കറണ്ട് ഇൻറ്റു ടൈം ആണ്, IM to B divided by VTH. C out എന്ന് പറയുന്നത് IM into tau naught divided by VM.